നമസ്കാരം. മിസ്റ്റിക് ഇതിഹാസത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില തിരഞ്ഞെടുപ്പുകൾ നമ്മൾ ബുദ്ധി കൊണ്ടല്ല ചെയ്യുന്നത്, നമ്മുടെ ആത്മാവാണ് അത് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ചിത്രത്തിലേക്ക്, ഒരു നിറത്തിലേക്ക്, ഒരു ചിഹ്നത്തിലേക്ക് നമ്മുടെ മനസ്സ് അപ്രതീക്ഷിതമായി ആകർഷിക്കപ്പെടും. അത് വെറുമൊരു യാദൃച്ഛികമല്ല, പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഒരു ദൈവസൂചനയായിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതും അത്തരമൊരു ആത്മീയ അനുഭവമാണ്. നിങ്ങളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ആരും പറയാതെ പോയ ചില രഹസ്യങ്ങൾ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചില സൂചനകൾ, ഇതെല്ലാം ഒരു ചെറിയ തിരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇന്ന്. ഒരുപാട് ആളുകൾ പുറമേ സന്തോഷത്തോടെ ജീവിക്കുന്നത് പോലെ തോന്നുമെങ്കിലും ഉള്ളിൽ അവർ ആരോടും പറയാത്ത സങ്കടങ്ങൾ ചുമന്നാണ് നടക്കുന്നത്. ചിലർ വിശ്വസിച്ചവരിൽ നിന്ന് വഞ്ചിക്കപ്പെട്ടവരാണ്. ചിലർ കുടുംബത്തിനു വേണ്ടി സ്വന്തം ജീവിതം തന്നെ മറന്നവരാണ്. ചിലർ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം തന്നെ കേൾക്കുന്നില്ല എന്ന് കരുതി നിരാശപ്പെടുന്നവരാണ്. നിങ്ങളും അത്തരത്തിലൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ യാദൃച്ഛികമായി നിങ്ങളുടെ മുന്നിലെത്തിയതല്ല, നിങ്ങളെ ഇവിടെ എത്തിച്ചത് നിങ്ങളുടെ ഉള്ളിലെ ആത്മീയ ശക്തിയും ദൈവത്തിന്റെ അദൃശ്യമായ അനുഗ്രഹവുമാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ 2 വിശുദ്ധമായ താമരപ്പൂക്കൾ നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തേത് നീലത്താമര, ആത്മീയ ഉണർവിന്റെയും ദൈവിക ജ്ഞാനത്തിന്റെയും മറഞ്ഞിരിക്കുന്ന സത്യങ്ങളുടെയും പ്രതീകമായാണ് നീലത്താമര. രണ്ടാമത്തേത് പിങ്ക് താമര, മഹാലക്ഷ്മിയുടെ കൃപയുടെയും സ്നേഹത്തിന്റെയും ഭാഗ്യത്തിന്റെയും ജീവിതത്തിൽ വിരിയാൻ പോകുന്ന പുതിയ തുടക്കങ്ങളുടെയും പ്രതീകമാണ് പിങ്ക് താമര. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മനസ്സിലോർക്കുക. അല്ല എങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം മാത്രം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. ശേഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എന്റെ ജീവിതത്തിൽ എനിക്ക് അറിയേണ്ട സത്യം ഇന്ന് എന്നെ അറിയിക്കണമേ, എനിക്ക് ശരിയായ വഴി കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പതുക്കെ കണ്ണുകൾ തുറക്കുക. ആ നിമിഷം നിങ്ങളുടെ കണ്ണുകൾ ആദ്യം പതിയുന്ന താമരപ്പൂവ് ഏതാണോ, നീല താമരയാണോ അതോ പിങ്ക് താമരയാണോ, അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ആ തീരുമാനം നിങ്ങളുടെ മനസ്സ് എടുത്തതല്ല, നിങ്ങളുടെ ആത്മാവാണ് എടുത്തത്, നിങ്ങളുടെ ഉപബോധ മനസ്സാണ് എടുത്തത്. ഒരുപക്ഷെ അതിനു പിന്നിൽ പ്രപഞ്ചത്തിന്റെ അദൃശ്യമായ ശക്തിയും ഉണ്ടാകാം. ഇപ്പോൾ നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നീല താമരയാണോ പിങ്ക് താമരയാണോ നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെക്കുറിച്ചും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ദൈവാനുഗ്രഹത്തെക്കുറിച്ചും എന്താണ് പറയുന്നതെന്ന് നമുക്ക് വളരെ വിശദമായി മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയനാമങ്ങൾ ഒരു പ്രാർത്ഥനയായി കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള നീലത്താമരയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ക്ലേശങ്ങൾ നല്ലൊരു പരിധിവരെയും കുറഞ്ഞു കിട്ടുന്നതാണ്. പൂർണ്ണമായിട്ടൊന്നുമല്ല, നല്ലൊരു പരിധിവരെ കുറഞ്ഞു കിട്ടുന്നതാണ്. അങ്ങനെയാണ് തൊടുകുറി ഫലത്തിൽ കാണുന്നത്. പറയാൻ കാരണം, സാമ്പത്തികമായി നിങ്ങൾക്ക് ഉയരാൻ ദൈവം ഒരു വഴി കാണിച്ചു തരുന്നതാണ്. ഇത് നിങ്ങൾ വരും ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. എങ്ങനെയാണ് ദൈവം ഈ വഴി നിങ്ങൾക്ക് മുൻപിൽ തുറന്നു തരുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക. ദൈവത്തിന് ഒരിക്കലും നമ്മുടെ മുൻപിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന സാധനം ഇതാ എടുത്തോളൂ എന്ന് പറഞ്ഞ് നമുക്ക് തരാൻ സാധിക്കില്ല. പക്ഷേ മറ്റൊരാൾ മുഖാന്തരം ദൈവം നമുക്ക് ആ കാര്യം നടത്തി തരുന്നതാണ്. ഈ പറഞ്ഞതുപോലെ മറ്റൊരു സഹായിയുടെ രൂപത്തിലോ അല്ല എങ്കിൽ ഭാഗ്യത്തിന്റെ രൂപത്തിലോ ഒക്കെ ദൈവം നമ്മുടെ സമീപം എത്തിച്ചേരാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ല എങ്കിൽ വീട്ടിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ ആയിട്ട് പുറത്തിറങ്ങുമ്പോഴോ മറ്റോ ഒരു പരിചയമില്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യുവാനായി നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ്. ഇനി ഒരു പക്ഷേ ഒരു ഫോൺ കോളിന്റെ രൂപത്തിലും ഈ പറഞ്ഞ ഭാഗ്യം നിങ്ങളെ തേടി വന്നേക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ സംബന്ധിച്ച് ആ സഹായം വെറും ഒരു നിസാരമായിട്ട് നിങ്ങൾക്ക് തോന്നാമെങ്കിലും അയാളെ സംബന്ധിച്ച് ആ ഒരു സഹായം അയാൾക്ക് വിലമതിക്കാൻ ആകാത്തതാണ്. അതിന് വളരെ വലിയ പ്രതിഫലമായിരിക്കും നിങ്ങൾക്ക് അയാളിൽ നിന്നും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിൽ ഈ ഒരു കാര്യത്തിൽ ജാഗരൂകരായി വേണം മുന്നോട്ടു പോകുവാൻ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന
മാനസിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക അവശതകൾ ഇവയെല്ലാം നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ കാരുണ്യത്താൽ വരും ദിവസങ്ങളിൽ കുറേശ്ശെ ആയിട്ട് മാറിപ്പോകുന്നതാണ്. വാസ്തവം പറഞ്ഞാൽ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. അത് ഇവിടുന്ന് അങ്ങോട്ട് മാറി തുടങ്ങാൻ പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് യാത്രകൾ കൊണ്ട് ഭാഗ്യം കൈവരുന്നതാണ്. നിങ്ങൾ ഇവിടെ ഈ ഒരു നീലത്താമര തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ദീർഘദൂര യാത്രകൾ വരും മാസങ്ങളിൽ വന്നു ചേരുന്നതാണ്. അതായത് 2 അതിൽ കൂടുതലോ വന്നു ചേരും എന്നാണ് ഇവിടെ ഈ തൊടുകുറി ഫലമായിട്ട് പറയാൻ സാധിക്കുന്നത്. അത് പരിപൂർണ ആനന്ദപ്രദവുമായിരിക്കും എന്നു മാത്രവുമല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള വളരെ വലിയ മാറ്റങ്ങളും അത് വരുത്തി വെക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ന്യൂനത കൂടിയും ഇവിടെ ഒന്ന് പറയാം. അത് നിങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അതിൽ വഴക്ക് വിചാരിക്കരുത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ്, അതെനിക്ക് ലഭിക്കുമോ, അല്ല എങ്കിൽ ഞാൻ അതിൽ പരാജയപ്പെടുമോ എന്നുള്ള ആ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതായിട്ട് തൊടുകുറി ഫലത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ ഒഴിവാക്കി പിടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് സമ്പൂർണ്ണ വിജയമായിരിക്കും വരാൻ പോകുന്നത്. ഇത് ഇത്രയും ഉറപ്പിച്ചു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആഗ്രഹ സാഫല്യം നിങ്ങളുടെ തൊടുകുറി ഫലത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിചാരിച്ച കാര്യം നടന്നു കിട്ടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നും സധൈര്യം ചുറുചുറുക്കോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ ചെയ്തു തീർക്കുവാൻ ഒരു ജാഗ്രത നിങ്ങൾ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള നീലത്താമര തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള പിങ്ക് താമരയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്. ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയുവാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു കൊതി അല്ലെങ്കിൽ കണ്ണേറ് അഥവാ ദൃഷ്ടിദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് തുടർച്ചയായി ഉണ്ടായ നിങ്ങളുടെ വളർച്ചയിൽ ചില ആളുകൾക്ക് നിങ്ങളോട് അസൂയ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. അത് ശത്രുദോഷമായും കുടുംബകലഹമായിട്ടുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് നിലനിന്ന് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വളരെയധികം കടങ്ങൾ കയറി വരുന്ന ഒരു അവസ്ഥാവിശേഷവും ഉണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിസാര കാര്യങ്ങൾക്ക് പോലും കുടുംബത്തിൽ ഒന്നും രണ്ടും പറഞ്ഞ് ഈ കുടുംബങ്ങൾ തമ്മിൽ കുടുംബകലഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. തൊടുകുറിയിൽ ഈ പറഞ്ഞ കലഹങ്ങളും കടബാധ്യതകളും എല്ലാം വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. അതെല്ലാം മാറി നല്ല സ്വസ്ഥതയും സമാധാനവും സ്വരച്ചേർച്ചയും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിത്തീരുന്നതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങൾക്കായിട്ട് ആഗ്രഹ സാഫല്യം കരുതി വെച്ചിട്ടുമുണ്ട്. ഇത് പലപ്പോഴായി വന്നു പോയിട്ടുള്ളതുമാണ്. പക്ഷെ നിങ്ങൾക്കത് കാണാൻ സാധിച്ചില്ല. പറയാൻ കാരണം ആദ്യം പറഞ്ഞതുപോലെ അസൂയാലുക്കൾ നൽകിയ ശത്രുദോഷം കാരണം നിങ്ങളുടെ മനസ്സാകെ കലുഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഭാഗ്യം നിങ്ങൾക്ക് ആ സമയങ്ങളിൽ വേണ്ടവിധം കയ്യിൽ ഒതുക്കി അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ പ്രാവശ്യം, അതായത് ഇനി വരാൻ പോകുന്ന പ്രാവശ്യം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഗ്രഹ സാഫല്യം ഉണ്ടായി കിട്ടുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഇഷ്ടദൈവത്തെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആ ഇഷ്ടദൈവത്തിന്റെ ക്ഷേത്രങ്ങളിൽ തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കുടുംബക്ഷേത്രം സന്ദർശിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ഈ അവസരത്തിൽ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ എടുത്തു പറയുവാനുള്ളത്, സാമ്പത്തിക ഉയർച്ച, അതും പുതിയ ബന്ധങ്ങൾ വഴി വന്നു ചേരും എന്നാണ് ഈ തൊടുകുറി ഫലമായിട്ട് ഇവിടെ കാണുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, ഇത് പുതിയ ബന്ധങ്ങൾ വഴിയാണ് കൂടുതലും കാണുന്നത്. അത് പുതിയ സുഹൃത്ത് ബന്ധം വഴിയോ അല്ല എങ്കിൽ വിവാഹ ബന്ധങ്ങൾ വഴിയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ സഹപങ്കാളി അയാളുടെ ആ പങ്കുകൂടി നിങ്ങളോടുള്ള മമത കാരണം നിങ്ങൾക്ക് എടുത്തു വരുന്നതുമാകാം. എന്തായാലും വളരെ വലിയ സാമ്പത്തിക പുരോഗതി നിങ്ങൾക്ക് കൈവരിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, ചില ആളുകളുമായിട്ടുള്ള നിങ്ങളുടെ സഹവാസം, അതിൽ ദോഷമുണ്ടെന്ന് നിങ്ങൾക്ക് ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. പക്ഷെ അവർ നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ കൺമുൻപിൽ
അവരുടെ കള്ളത്തരം പൊളിയുന്നതാണ്. അതോടുകൂടി അവരുടെ ആ ചതിയിൽ നിന്നും നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നതാണ്. അങ്ങനെയും തൊടുകുറിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസവഞ്ചന ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ കണ്ണുമടച്ച് വിശ്വസിക്കാതെ എപ്പോഴും അവരുമായിട്ട് ഇടപഴകുന്ന ആ സമയത്ത് ഒരു കരുതൽ അവിടെ ആവശ്യമാണ്. ഇതാണ് നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യുവാനുള്ളത് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സറിഞ്ഞ് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും സമയം പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് സന്ദർശിക്കാനായാൽ ഇനി വരാൻ പോകുന്ന ആ ഭാഗ്യം മുഴുവനായും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള പിങ്ക് താമരപ്പൂ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.